പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് പോവുകയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാരണം അമേരിക്കയുടെ ആക്രമണം, ഇറാന്റെ ഹോർമുസിലെ നിലപാടുകൾ, ഇറാനിൽ അമേരിക്ക നടത്തുന്ന കപ്പൽ പടയൊരുക്കങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. ഇറാന്റെ പല കേന്ദ്രങ്ങളിലും കനത്ത സ്ഫോടനമുണ്ടാകുന്നു. തിരിച്ച് ഇറാൻ ഗൾഫ് മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ബഹ്റിനിലേക്കും കുവൈറ്റിലേക്കും മറ്റും ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനി കരാറുമായി മുന്നോട്ടില്ല. ആണവ കേന്ദ്രങ്ങളടക്കം തകർക്കും. ഇറാന്റെ പ്രധാനപ്പെട്ട ദ്വീപുകളടക്കം അമേരിക്ക കൈവശപ്പെടുത്തുമെന്നാണ്. ഒരു തവണ അടിച്ചാൽ 20 തവണ തിരിച്ചടിക്കും എന്നിപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലം പ്രധാനമാണ്. വിശദമായി തന്നെ പരിശോധിക്കാം ഈ വാർത്ത. ആദ്യം തലക്കെട്ടുകൾ. പശ്ചിമേഷ്യയിൽ കനത്ത യുദ്ധം. ഇറാനിലേക്ക് വീണ്ടും അമേരിക്കയുടെ ആക്രമണം. സമാധാന കരാറിൽ ഒപ്പിടാതെ ഇറാനിലെ ആണവ പദ്ധതികൾ നശിപ്പിക്കുമെന്ന് ട്രംപ്. ബന്ദർ അബ്ബാസിൽ 8 സ്ഫോടനങ്ങൾ ഉണ്ടായെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ. ഹോർമുസിന് സമീപം US സൈന്യത്തിന്റെ ശക്തി പ്രകടനം. 20 യുദ്ധക്കപ്പലുകൾ പട്രോളിംഗിനായി വിന്യസിച്ചുവെന്ന് US സെൻട്രൽ കമാൻഡ്. ബഹ്റിനും കുവൈറ്റും ആക്രമിച്ച ഇറാൻ. സൈനിക നീക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദി അമേരിക്കയാണെന്ന് ഇറാൻ. ഒപ്പുവെച്ച കരാറുകൾ ലംഘിച്ചതായും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. അയതൊള്ള ഖമേനിയുടെ സംസ്കാരം ഇന്ന്. ട്രംപ് മെലോണി പിണക്കം തുടരുന്നു. നാറ്റോ യോഗത്തിൽ മെലോണിയെ മൈൻഡ് ചെയ്യാത്ത ട്രംപിന്റെ ദൃശ്യങ്ങൾ ചർച്ച. കണ്ടില്ലെന്ന ഭാവം നടിച്ച് മെലോണിയും. തൃണമൂൽ കോൺഗ്രസിന് കുരുക്ക് മുറുക്കി കേന്ദ്ര ഏജൻസികൾ. പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ED മരവിപ്പിച്ചു. അക്കൗണ്ടിലുള്ളത് 440 കോടി രൂപ. പ്രതിഷേധ സമരത്തിനിടെ പ്രവർത്തകന്റെ കരണത്തടിച്ചു മമത. വയനാട് കള്ളാടി ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. പ്രതികൂല കാലാവസ്ഥ തിരിച്ചടി. അന്വേഷണ സമിതിയെ ഇന്ന് പ്രഖ്യാപിക്കും. പ്രതിപക്ഷ സംഘം അല്പസമയത്തിനകം സ്ഥലത്ത്. ദുരന്തഭീതിയിൽ കോഴിക്കോട് കക്കാടംപൊയിൽ നിവാസികൾ. സ്വകാര്യ കരിങ്കൽ കോറയ്ക്ക് വേണ്ടി മലമുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നത് വൻ മണൽ ശേഖരം. ഏത് നിമിഷവും മണ്ണിടിയാൻ സാധ്യത. ഉറക്കം നഷ്ടമായി 300ഓളം കുടുംബങ്ങൾ. സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ലോകകപ്പിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വാഹന രജിസ്ട്രേഷനിൽ മാറ്റം വരുത്താൻ സർക്കാർ. ഒരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വാഹനം രജിസ്ട്രേഷൻ മാറ്റാതെ മറ്റൊരു സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നതിനുള്ള കാലയളവ് വർദ്ധിപ്പിക്കും. 3 വർഷം വരെ വാഹനം ഉപയോഗിക്കാൻ കഴിയുന്ന നിയമം കൊണ്ടുവരും. എഥനോൾ ചേർന്ന ഇന്ധനം സുരക്ഷിതമാണെന്ന് വാഹന നിർമ്മാതാക്കൾ. E20യെ അനുകൂലിച്ച് മാരുതി, ടൊയോട്ട, ഹുണ്ടായി, ഹീറോ, TVS കമ്പനികൾ. എഥനോൾ ചേർക്കുന്നത് ഘട്ടം ഘട്ടമായി മാത്രമേ നടപ്പാക്കാവൂ എന്ന് മെഴ്സിഡസ് ബെൻസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ കടക്കാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇറാനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തുടർച്ചയായ രണ്ടാമത്തെ രാത്രിയും ശക്തമായ ആക്രമണം അമേരിക്ക നടത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെയുള്ള ആക്രമണങ്ങളെക്കാൾ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിച്ചു എന്നുള്ളതാണ് വിവരങ്ങൾ. ഏതാണ്ട് 20ഓളം സ്ഥലങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി, വലിയ അഗ്നി പടർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അന്താരാഷ്ട്ര ചരക്ക് നീക്കങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഭീഷണികൾ തടയുന്നതിനാണ് ഈ നടപടിയെന്നാണ് US സെൻട്രൽ കമാൻഡ് വിശദീകരണം. ഇറാന്റെ നേർക്ക് കടുത്ത ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നീക്കം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ശത്രുക്കൾക്ക് കനത്ത ശിക്ഷ നൽകുമെന്ന് ഇറാൻ നേതാവ് മുസ്തഫ ഖമേനിയുടെ സൈനിക ഉപദേഷ്ടാവ് മൊഹസൻ റസായി പറഞ്ഞതും പ്രധാനപ്പെട്ട ഒന്നാണ്. ബന്ദർ അബ്ബാസിൽ മാത്രം 8 സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബുഷൈർ പ്രവിശ്യ, അബു മുസ എന്നിവിടങ്ങളിലും സിറിക്കിലും കനത്ത ആക്രമണമെന്നാണ് ഇപ്പോൾ വിവരം. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളുമായി അജയ് സുധാ ബിജു ചേരുകയാണ്. അജയ് സുധാ ബിജു, രണ്ടാമത്തെ രാത്രിയിൽ ആക്രമണം കുറച്ചുകൂടി കടുപ്പിക്കുന്നു. അതിന് തൊട്ട് മുൻപേ ട്രംപ് പറയുന്നത് കനത്ത ആക്രമണം ഉണ്ടാകും. ഇപ്പോൾ ട്രംപ് പറഞ്ഞു വെക്കുന്നത് അതിനുശേഷം, ആക്രമണത്തിന് ശേഷം പറയുന്നത് ഒന്നടിച്ചാൽ 20 തവണ തിരിച്ചടിക്കുമെന്നാണ്. എന്താണ് സംഭവിക്കുന്നത് അവിടെ?
രഞ്ജിത്ത്, ഇപ്പോ ഈ ആക്രമണത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. US സെൻട്രൽ കമാൻഡ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ അവർ വ്യക്തമാക്കുന്നത് ഇറാനിലെ 90 കേന്ദ്രങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തി എന്നതാണ്. ഈ ആക്രമണം നടത്തിയത് ഇറാനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കോസ്റ്റൽ സർവൈലൻസ് സിസ്റ്റം, അതുപോലെ മിസൈലിന്റെയും ഡ്രോണിന്റെയും സ്റ്റോറേജ് സംവിധാനങ്ങൾ, പിന്നെ നേവൽ കേന്ദ്രങ്ങൾ, മിലിറ്ററി ലോജിസ്റ്റിക്, ഇവയെല്ലാം കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോ കപ്പലുകളെ ആക്രമിക്കാൻ തക്കവണ്ണമുള്ള ഇറാന്റെ സംവിധാനങ്ങളെല്ലാം തകർത്തു എന്നും ഈ സെൻട്രൽ കമാൻഡിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇറാന് ഇനി ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ സാധിക്കാത്ത തരത്തിൽ ആണ് അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നിലവിലെ ആക്രമണം നടത്തിയിട്ടുള്ളതെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു. ഇപ്പോ IRGCയുടെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണത്തെ സംബന്ധിച്ച്, അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തെ സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തതാണ്, വടക്ക് കിഴക്കൻ ഇറാനിലെ ഒരു പാലം തകർത്തിരുന്നു. ഈ പാലം എന്ന് പറയുന്നത് അക്തെക്കെ ഖാൻ എന്ന് പറയുന്ന ഒരു പാലമാണ്. ഈ പാലം തകർക്കാൻ വേണ്ടി മാത്രം 7ഓളം മിസൈലുകളാണ് US തൊടുത്തുവിട്ടത്. ഈ പാലം എന്ന് പറയുന്നത് ഇപ്പോ ഇന്ന് മഷാദിൽ വെച്ച് ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാരം നടക്കാനിരിക്കുകയാണ്. അപ്പോ ഈ ഇറാന്റെ കിഴക്കൻ പ്രവിശ്യയിലുള്ള ജനങ്ങളെ മറ്റ് സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാലമായിരുന്നു. മഷാദിലേക്ക് പോകാൻ ഏറ്റവും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു പാലമാണ്. അപ്പോൾ ഈ സംസ്കാര ചടങ്ങിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണമെന്നാണ് ഇറാന്റെ ഒരു നിഗമനം. അതായത് സംസ്കാര ചടങ്ങിലേക്ക് ആളുകൾ എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാലമായിരുന്നു ഈ അക്തഗെ ഖാൻ പാലം എന്ന് പറയുന്നത്. ആ പാലമാണ് US എന്ന മിസൈൽ ഉപയോഗിച്ച് തകർത്തിരിക്കുന്നത് എന്നും IRGC അവകാശപ്പെടുന്നു. അപ്പോൾ ഇതിന്റെ ഗൗരവം കുറച്ചുകൂടി വർദ്ധിക്കുമല്ലോ അജയ്. കാരണം സംസ്കാര ചടങ്ങുകൾ ഇന്നിപ്പോൾ നടക്കാനിരിക്കുകയാണ്. നിരവധി ലോക നേതാക്കൾ അവിടെയുണ്ട്. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജനങ്ങൾ ഓരോ വിലാപയാത്രയിലും പങ്കെടുക്കുന്നുണ്ട്. സംസ്കാര ചടങ്ങിലും വലിയ തോതിൽ ജനക്കൂട്ടം ഉണ്ടാകുമെന്ന് കരുതണം. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ആക്രമണം തുടർന്നാൽ ഇതിന്റെ ഒരു ഗൗരവം വല്ലാതെ വർദ്ധിക്കുമല്ലോ. തീർച്ചയായിട്ടും ഇത് വല്ലാത്തൊരു മനുഷ്യാവകാശ ലംഘനം പോലെ ചിലപ്പോൾ ഭാവിയിൽ ഈ ആക്രമണങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. കാരണം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു ജനക്കൂട്ടമാണ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള വിലാപയാത്രകളിൽ എപ്പോഴും ആ ഒരു ശവമഞ്ചരത്തിന് ചുറ്റും നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇറാഖിലെ 2 നഗരങ്ങളിൽ വെച്ചായിരുന്നു പ്രധാനമായിട്ടും ഈ വിലാപയാത്ര നടന്നത്. ഒന്ന് നജാഫിൽ വെച്ച്, മറ്റൊന്ന് കർബാല എന്ന നഗരത്തിൽ വെച്ച്. ഇവിടെ രണ്ടിടത്തും വലിയ തിരക്ക് തന്നെ അനുഭവപ്പെട്ടിരുന്നു. ഇന്ന് ഇറാനിലേക്ക് മൃതദേഹം തിരിച്ചെത്തുമ്പോഴും സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്നത്തെ ദിവസം മറ്റൊരു തരത്തിലും കൂടി നിർണായകമാണ്. അതായത് അവസാനത്തെ ദിവസത്തെ ഈ സംസ്കാര ചടങ്ങുകളിൽ ഇറാന്റെ നിലവിലെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി പങ്കെടുക്കുമോ എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന കാര്യമായിരുന്നു. ഇപ്പോ US ആക്രമണം കടുപ്പിച്ച പശ്ചാത്തലത്തിൽ മുജ്തബ ഖമനയി പങ്കെടുക്കുന്നതിന്റെ സാധ്യതകൾ അത് കുറച്ചുകൂടി മങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ആക്രമണങ്ങൾ രൂക്ഷമായ ഘട്ടത്തിൽ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇപ്പോൾ ചടങ്ങുകൾ പാതി വഴിയിൽ അവസാനിപ്പിച്ച് അദ്ദേഹം ഇറാനിലേക്ക് തിരിച്ചു വന്ന് മറ്റ് ഇപ്പോൾ കൂടിയാലോചനകൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇറാഖിൽ നിന്ന് ഇന്നാണ് തിരിച്ചെത്തുന്നത്. പ്രധാനമായിട്ട് പല പ്രവിശ്യകളിലും ഇറാന്റെ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത് ഇറാന്റെ തെക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചാണെങ്കിൽ ഇന്ന് ആക്രമണം നടന്നിരിക്കുന്നതിൽ വടക്കൻ മേഖലകളും വടക്ക് കിഴക്കൻ മേഖലകളും തീർച്ചയായും ഇതിന് പ്രകോപനമായി മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിച്ചു. അത് ഈ ഹോർമുസിന് സമീപം കഴിഞ്ഞ ദിവസം ഇന്നലെ US സൈന്യത്തിന്റെ ശക്തി പ്രകടനമുണ്ടായി. ഹോർമുസുമായി അടുത്ത പ്രദേശങ്ങളിൽ 20 യുദ്ധക്കപ്പലുകൾ പട്രോളിങ്ങിനായി വിന്യസിച്ചുവെന്നാണ് US സെൻട്രൽ കമാൻഡ് ഇപ്പോൾ അറിയിച്ച ഒരു പശ്ചാത്തലമുണ്ടായത്. മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കാനാണ് നടപടിയെന്നും US കൂട്ടിച്ചേർത്ത ഒരു സാഹചര്യം വ്യത്യസ്തമാണ്. ലവാൻ ഐലൻഡ്, ചബഹാർ, സിരിക് ഐലൻഡ്, സിരിക് പ്രധാന തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിലൊക്കെ ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായാണ് ഇത്തരം ചില ശക്തി പ്രകടനങ്ങൾ ഉണ്ടായത് എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അജയ്, ഇപ്പോൾ ഹോർമുസിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ ശ്രമം കൂടി ഇറാനെ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ ശക്തി പ്രകടനമൊക്കെ നടത്തുന്നതിനെതിരെ വലിയ മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇറാനുമായി ഒരു 14 ധാരണാപത്രം ഒപ്പിടുന്ന സമയത്ത് തന്നെ ട്രംപ് വ്യക്തമാക്കിയ കാര്യമായിരുന്നു US സൈന്യം ഹോർമുസിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു പോകില്ല എന്നുള്ളത്.
ഹോർമുസിലൂടെയുള്ള US-ന്റെ ഉപരോധം, സൈനിക ഉപരോധം അത് അവസാനിപ്പിക്കും, കപ്പലുകളെ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ അനുവദിക്കും. പക്ഷേ US-ന്റെ സാന്നിധ്യം ഹോർമുസിൽ തന്നെ ഉണ്ടാകും എന്ന് ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അത് ചിലപ്പോൾ ഇത്തരം ഒരു ദിവസത്തെ ലക്ഷ്യം കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം. കാരണം ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് അങ്ങനെ വേണം അനുമാനിക്കാൻ. കാരണം US സൈന്യം ഇറാൻ എപ്പോഴൊക്കെയാണോ കപ്പലുകൾ ഇറാൻ നിർദ്ദേശിച്ചിട്ടുള്ള പാതയിലൂടെ അല്ലാതെ യാത്ര ചെയ്യുന്നത്, അപ്പോഴൊക്കെ ഇറാൻ ആക്രമണം നടത്തുമ്പോൾ പ്രത്യാക്രമണം നടത്താൻ തക്കവണ്ണമുള്ള ഒരു ഫോഴ്സ് US-ന് എപ്പോഴും ഹോർമുസ് കടലിടുക്കിൽ ഒരു സ്റ്റോറേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇന്ന് പരക്കെ വലിയ രീതിയിൽ ഇറാന്റെ പല പ്രവിശ്യകളിലും ആക്രമണം നടത്തിയത്. ഇന്ന് ഇപ്പോ ആക്രമണങ്ങളിൽ ഒരു മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ആക്രമണം തുടരുകയാണെങ്കിൽ ആ മരണസംഖ്യ ഉയരാനും സാധ്യതയുണ്ട്. തീർച്ചയായും അതിനിടയിൽ പശ്ചിമേഷ്യയിൽ ഈ സംഘർഷത്തിന്റെ മറ്റൊരു പശ്ചാത്തലം ഒരുങ്ങുന്നത് ഇറാന്റെ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എവിടെയാണ്? കുവൈറ്റിലും ബഹ്റൈനിലുമാണ്. ഈ പൂർണ്ണ ഉത്തരവാദി, സംഘർഷങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദി അമേരിക്കയാണെന്നുള്ള ഇറാന്റെ പ്രസ്താവനയും പ്രധാനപ്പെട്ട ഒന്നാണ്. വാഷിംഗ്ടൺ മുൻപ് ഒപ്പുവെച്ച കരാറുകൾ ലംഘിച്ചുവെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നു. ദക്ഷിണ ഇറാനിൽ US നടത്തിയ വ്യോമാക്രമണങ്ങളും ഇറാനിൽ എണ്ണക്കപ്പലുകൾക്ക് മേൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്താനുള്ള തീരുമാനവുമാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത്. അതോടൊപ്പം ലെബനനിൽ യുദ്ധം തുടരുന്നു. അത് മുൻപുണ്ടാക്കിയ സമാധാന ഉടമ്പടിയുടെ അടിസ്ഥാന ശിലകൾ തകർക്കുന്നതിന് കാരണമായി എന്നാണ് ഇറാൻ പറയുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ തിരിച്ചടി ഇറാൻ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുവൈറ്റിനും ബഹ്റിനുമൊക്കെ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാം. ആക്രമണം അമേരിക്ക കടുപ്പിച്ചാൽ ഏത് തരത്തിലുള്ള നീക്കങ്ങൾക്കാകും ഇറാൻ സന്നദ്ധമാകുക? പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ അവസാനിക്കുകയാണ്. അതിനുശേഷം കുറച്ചുകൂടി തയ്യാറെടുപ്പുകളോടെ ഇറാൻ ആഞ്ഞടിക്കുമോ അജയ്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ വേണം പ്രതീക്ഷിക്കാൻ. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇറാൻ കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. കുവൈറ്റിന്റെയും ബഹ്റൈന്റെയും ആഭ്യന്തര മന്ത്രാലയം ഈ മിസൈലുകൾ തകർത്തതായിട്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബഹ്റൈനിലോട്ട് വലിയ തരത്തിലുള്ള ആക്രമണം നടന്നിരുന്നു. ഏതാണ്ട് 3 തവണ തുടർച്ചയായിട്ട് ഈ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇറാൻ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് 3 അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെയാണ്. കഴിഞ്ഞ ദിവസം 85ഓളം US കേന്ദ്രങ്ങൾ തകർത്തതായിട്ടാണ് ഇറാന്റെ ഒരു അവകാശവാദം പുറത്തിറക്കിയിരുന്നത്. പ്രധാനമായിട്ടും ഇറാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇപ്പോ ബഹ്റൈനിലുള്ള US-ന്റെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം, അതുപോലെ കുവൈറ്റിലുള്ള അലി അൽ സലീം എയർബേസ്, പിന്നെ ബഹ്റൈനിൽ തന്നെയുള്ള ഷെയ്ഖ് ഇസ എന്ന് പറയുന്ന മറ്റൊരു എയർബേസ്. ഇത് 3മാണ് ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടങ്ങളിൽ നിന്നാണ് US-ന്റെ ആക്രമണങ്ങളുടെ ഒരു ഉത്ഭവ കേന്ദ്രം എന്നാണ് ഇറാന്റെ സൈനിക വിഭാഗമായിട്ടുള്ള IRGC അവകാശപ്പെടുന്നത്. അപ്പോ ഈ കേന്ദ്രങ്ങൾ തകർത്ത് US-നെ പരമാവധി ദുർബലപ്പെടുത്തുക, ഇത് തന്നെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പോ അത് കണക്കാക്കിക്കൊണ്ടാണ് ഈ പശ്ചിമേഷ്യൻ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത്. ഇപ്പോ പ്രാഥമിക ഘട്ടത്തിൽ കുവൈറ്റിലും ബഹ്റൈനിലുമാണ് ആക്രമണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നതെങ്കിലും ഖത്തറിലും ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇതിനിടയിലാണ് അവരുടെ പരമോന്നതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ മഷ്ഹദിൽ, ഇറാനിലെ മഷ്ഹദിൽ നടക്കുന്നത്. ഇന്നാണ് നടക്കുക. മകനും ഇപ്പോഴത്തെ പരമോന്നത നേതാവുമായ മൊജ്തബ ഖമേനിയെ പൊതുവേദികളിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹം ഒളിവിൽ തുടരുകയാണ്. മഷ്ഹദിലെ സംസ്കാര ചടങ്ങിലും മൊജ്തബ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് സൂചന. കാരണം ഇപ്പോൾ ആക്രമണം കടുപ്പിക്കുന്ന പശ്ചാത്തലം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ട്. ഫെബ്രുവരി 28 ആക്രമണത്തിൽ മൊജ്തബയ്ക്കും സാരമായി പരിക്കേറ്റ പശ്ചാത്തലമുണ്ടായിരുന്നു. മൊജ്തബ ഇപ്പോൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ആർക്കും ഒരറിവുമില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അജയ്. ഈ ശവപേടകവുമായി ഇറാഖിലെ ഷിയ പുണ്യനഗരത്തിലൊക്കെ പല സ്ഥലങ്ങളിലും ഇത്തരം വിലാപയാത്രയൊക്കെ നടക്കുമ്പോൾ മൊജ്തബയെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. പലപ്പോഴും മൊജ്തബയുടെ സൈനിക വക്താവാണ് പ്രതികരിക്കുകയും സംസാരിക്കുകയും മറ്റും ചെയ്യുന്നത്. മൊജ്തബ എന്തായാലും പങ്കെടുക്കില്ലല്ലോ. തീർച്ചയായിട്ടും ഇത് പങ്കെടുക്കാൻ ആദ്യം തന്നെ സാധ്യത കുറവായിരുന്നു, ഇസ്രയേലിന്റെ ഒരു നിരന്തര ഭീഷണി ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിലുള്ള ചടങ്ങുകളിലൊന്നും തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. വിദേശ നേതാക്കൾ എല്ലാവരും ഇറാനിലെത്തിയപ്പോൾ അവരെ അഭിസംബോധന ചെയ്യാൻ മുജ്തബ ഖമനയി മാത്രമില്ലായിരുന്നു, മറ്റെല്ലാ പ്രമുഖ നേതാക്കളും വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി, അതുപോലെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ്, ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, എല്ലാവരും
വേദിയിൽ ഉണ്ടായിരുന്നിട്ട് മുജിതബ ഖമനയി മാത്രം ഇല്ലായിരുന്നു. ഇപ്പോ കൊല്ലപ്പെട്ടിട്ടുള്ളതിൽ അദ്ദേഹത്തിന്റെ പിതാവ് മാത്രമല്ല ഉള്ളത്. ഇന്ന് അടക്കം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മൃതദേഹമുണ്ട്, അതുപോലെ അദ്ദേഹത്തിന്റെ 14 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹമുണ്ട്, മൂത്ത സഹോദരിയുടെ മൃതദേഹമുണ്ട്, അവരുടെ ഭർത്താവിന്റെ മൃതദേഹം. അപ്പോ ഇത്രയും പേരുടെ അടക്കം ഒന്നിച്ച് നടക്കുമ്പോഴും മുജിതബ ഖമനയി വേദിയിൽ എത്തുന്നില്ല എന്നുള്ളത് പലരും ശ്രദ്ധയോടെ നോക്കിക്കണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ US ആക്രമണം കടുപ്പിച്ച ഘട്ടത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതിനുള്ള 1% സാധ്യത പോലും ഇപ്പോൾ മങ്ങിയിരിക്കുകയാണ്. ഈ ഒരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇറാന്റെ എത്ര നേതാക്കൾ ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് നേരിട്ടെത്തുമെന്നുള്ളത് വ്യക്തമല്ല. കൂടുതൽ നേതാക്കൾ അവിടെ നിന്ന് പിൻവലിയാനുള്ള സാധ്യത പോലും നിലവിലുള്ള ഘട്ടത്തിൽ കാണുന്നുണ്ട്. അപ്പോ ആ ഒരു സമയത്ത് മുജിതബ പങ്കെടുക്കാനുള്ള സാധ്യത അത് വളരെയധികം വിദൂരം തന്നെയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാർത്ത, നമുക്കറിയാം നാറ്റോ സഖ്യത്തിൽ ഇപ്പോൾ ഒരു വിള്ളലുണ്ടായിട്ടുണ്ട്. അമേരിക്ക പൂർണ്ണമായും നാറ്റോ സഖ്യവുമായി ഒരു അകൽച്ച നടത്തുന്ന പശ്ചാത്തലമാണ്. ഇതിനിടയിലാണ് റഷ്യൻ അധിനിവേശവും പുടിന്റെ ഭീഷണിയുമൊക്കെ ബ്രിട്ടനും നാറ്റോ രാജ്യങ്ങൾക്കുമൊക്കെ എതിരെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അവർ ഒറ്റയ്ക്ക് നാറ്റോ രാജ്യങ്ങൾ ഒരുമിച്ച് ബ്രിട്ടനുമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ പുതിയ ചില പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോ വരെ കൃത്യമായി ലക്ഷ്യം വെച്ച് ആക്രമിക്കാൻ ശേഷിയുള്ള അത്യുഗ്രൻ ഡീപ് സ്ട്രൈക്ക് ദീർഘദൂര മിസൈലുകൾ വികസിപ്പിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ബ്രിട്ടൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 4 ലക്ഷം കോടിയിലധികം രൂപ വില വരുന്ന കൂറ്റൻ സൈനിക പദ്ധതിക്ക് ബ്രിട്ടൻ തുടക്കമിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ട്രംപ് ഭരണകൂടം നൽകുന്ന സൈനിക പിന്തുണയിൽ വലിയ അനിശ്ചിതത്വമുണ്ട്. നമുക്കറിയാം US-ന്റെ പിന്തുണയിലാണ് നാറ്റോ സഖ്യവുമൊക്കെ നിന്നിരുന്നത്. ഇപ്പോൾ ഫണ്ടടക്കം വെട്ടിക്കുറയ്ക്കുമെന്നുള്ള ട്രംപിന്റെ ഭീഷണിയുമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സ്വന്തം നിലയിൽ പ്രതിരോധം ശക്തമാക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്. നാറ്റോ ഉച്ചകോടിയിലാണ് പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇതിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡെൻമാർക്ക്, ഫ്രാൻസ്, ഇറ്റലി, നോർവേ, തുർക്കി എന്നീ 5 നാറ്റോ സഖ്യരാജ്യങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ അല്പദിവസത്തിനകം പങ്കുവെക്കും എന്ന് ബ്രിട്ടൻ അറിയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും അമേരിക്കൻ ആശ്രയത്വം കുറച്ചുകൊണ്ട് യൂറോപ്പിൻ്റേത് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം ഒരുക്കുക, പ്രതിരോധ സംവിധാനം ഒരുക്കുക എന്ന ലക്ഷ്യം ബ്രിട്ടനും മറ്റ് നാറ്റോ സഖ്യരാജ്യങ്ങൾക്കുമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും വലിയ സൗഹൃദമുള്ള 2 സുഹൃത്തുക്കളായിരുന്നു. അടുത്തിടെ ഇവർ തമ്മിൽ പ്രശ്നമായി ഉടക്കി. തുടർച്ചയായി മെലോണിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തുണ്ടായതൊക്കെ ലോകമാധ്യമങ്ങൾ ശ്രദ്ധയോടുകൂടിയാണ് റിപ്പോർട്ട് ചെയ്തത്. അത് ഒരുപാട് സംഭവങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മെലോണിയെ കളിയാക്കുന്ന തരത്തിലൊക്കെയുള്ള വർത്തമാനങ്ങൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ മെലോണി, അതായത് ട്രംപ് പറയുന്നത് മെലോണി തനിക്കൊപ്പം ഫോട്ടോ എടുക്കാനും മറ്റും ഇഷ്ടപ്പെടുന്ന ആളാണ്, പക്ഷെ താൻ അതിന് താല്പര്യപ്പെടുന്നില്ല. മെലോണി തന്നോട് അടുക്കാൻ ശ്രമിക്കുന്നു, അതിനെ അകറ്റി നിർത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വല്ലാതെ നാണം പെടുത്തിയത് മെലോണി അതിനുള്ള പ്രതികരിക്കുകയും മറ്റും ചെയ്തു. തനിക്ക് അങ്ങനത്തെ താല്പര്യങ്ങളൊന്നുമുള്ള ആളല്ല, അത്തരം ആശ്രയത്വമുള്ള ഒരാളല്ല താനും തൻ്റെ രാജ്യവും എന്ന് പറയുകയും മറ്റും ചെയ്തു. ഇത്തവണ നാറ്റോ ഉച്ചകോടിയിൽ ഇരുവരും ഒരുമിച്ചാണ് പങ്കെടുത്തത്. പക്ഷേ മെലോണിയെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നേരെ നടന്നു പോകുന്ന ട്രംപിൻ്റെ ദൃശ്യങ്ങൾ വൈറലായി. തുർക്കിയിലെ അങ്കാറയിൽ വെച്ചാണ് നാറ്റോ നേതാക്കളുടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ചടങ്ങിലാണ് ഇരുവരും പരസ്പരം കണ്ടില്ല എന്ന ഭാവം നടിച്ചത്. ഒരു കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇരുവരും തമ്മിലുള്ള ഈ അകൽച്ച ക്യാമറകളിലൊക്കെ വ്യക്തമായി പതിയുകയും മറ്റും ചെയ്തു. മെലോണി ട്രംപിനെ നോക്കിയില്ല, ട്രംപ് മെലോണിയെ മൈൻഡ് ചെയ്യാതെ നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് കൗതുകകരമായ വലിയ ചർച്ചയായി. ഏതായാലും തനിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ കെഞ്ചി എന്നൊക്കെയുള്ള ട്രംപിൻ്റെ വാക്കുകൾ ചെറുതായൊന്നുമല്ല മെലോണിയെ നോവിച്ചത്. അതുകൊണ്ട് തന്നെ ട്രംപിനോട് ഈ പിണക്കം ഒപ്പം അകൽച്ച തുടരും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം, ലോകരാജ്യങ്ങളിലെ സന്ദർശനം തുടരുകയാണ്. ഓസ്ട്രേലിയയിൽ വമ്പൻ സ്വീകരണം ഒരുക്കിയാണ് മോദിയെ സ്വീകരിച്ചത്. പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി ഇന്ന് ചർച്ചയുണ്ടാകും. ഓസ്ട്രേലിയയുമായി വ്യാപാര, പ്രതിരോധ, സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നുണ്ട്. നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ സമൂഹവും അടക്കം വൻ സ്വീകരണം ഒരുക്കി എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകൾ ഇന്ന് വൈകുന്നേരമാണ് നടക്കുക. ഒപ്പം സംയുക്തമായി വ്യവസായികളുടെ യോഗത്തിൽ, പ്രവാസികളുടെ സമ്മേളനത്തിലും മോദി സംസാരിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയിലെ ചരിത്രപരമായ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രേലിയയിൽ എത്തിയത്. ഇന്നലെ മെൽബണിലെ ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹമാണ് മോദിയെ വലിയ തോതിൽ വരവേൽക്കുകയും മറ്റും ചെയ്തത്. ഇന്ന് പ്രവാസികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം കൂടിയുണ്ട്, അവിടെയും മോദി സംസാരിക്കും എന്നാണ് വിവരം.
കൊൽക്കത്തയിലെ TMCയുടെ പ്രതിഷേധ റാലിക്കിടെ സ്വന്തം പാർട്ടി പ്രവർത്തകന്റെ മുഖത്തടിച്ച് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്ത് വന്നത് ഏറെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. അവിടെ ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിലായിരുന്നു. അതിനിടയിലുള്ള വലിയ പ്രതിഷേധം തൃണമൂലിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിനിടയിലാണ് മമതാ ബാനർജി പ്രവർത്തകന്റെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ അത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും മറ്റും ചെയ്ത്. ബരിയപ്പൂരിൽ 11 വയസ്സുകാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചുള്ളതായിരുന്നു ഈ റാലി. ഇതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങൾ, ഇതാണ് ദൃശ്യങ്ങൾ. മറ്റു പ്രവർത്തകരെ മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മമതയുടെ ഒരു ചെയ്തി ഉണ്ടായത്. ആദ്യമായല്ല മമത ഇത്തരത്തിൽ പ്രകോപനപരമായ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അധികാരം നഷ്ടപ്പെട്ട ഒരു നേതാവായി മമത മാറുകയും ചെയ്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ അതിരൂക്ഷ വിമർശനവും പരിഹാസവുമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ മമതാ ബാനർജിക്ക് അവരുടെ മാനസിക സന്തുലിതാവസ്ഥ പരിപൂർണമായി നഷ്ടമായി എന്നാണ് ഇപ്പോൾ BJP എക്സിലും BJP നേതാക്കളൊക്കെ എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഒപ്പം BJPയുടെ ഭാഗത്ത് അത്തരം ചില പരാമർശങ്ങളും വന്നു. ഇതിനിടെ മമതയ്ക്ക് വീണ്ടും തിരിച്ചടിയായി കേന്ദ്ര ഏജൻസികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്ന് വലിയ കുരുക്ക് മുറുകുകയാണ്. കാരണം തൃണമൂൽ കോൺഗ്രസിന് 440 കോടി രൂപയുടെ അക്കൗണ്ടാണ് ഇപ്പോൾ ED മരവിപ്പിച്ചിരിക്കുന്നത്. ചാർട്ടേഡ് വിമാനങ്ങൾ വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട് ED നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ അക്കൗണ്ട് മരവിപ്പിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. 440 കോടി രൂപ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ തുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും എല്ലാ ഇടപാടുകളും സുതാര്യമാണെന്നുമാണ് TMCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ അഭിഷേക് ബാനർജി പറയുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ 3 HDFC ബാങ്ക് അക്കൗണ്ടുകളിലെ നിക്ഷേപമാണ് ഇപ്പോൾ ED മരവിപ്പിച്ചിരിക്കുന്നത്. 2023 ഏപ്രിലിനും 2026 ജൂണിനുമിടയിൽ പാർട്ടിയുടെ അക്കൗണ്ടിൽ ഏകദേശം 160 കോടി രൂപ കെയർവെൽ ഏവിയേഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളിലേക്ക് മാറ്റിയെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 112 കോടി രൂപ ഉപയോഗിച്ച് ഒരു എംബ്രായർ ലെഗസി 600 ബിസിനസ് ജെറ്റും ഓഗസ്റ്റ 109 ഗ്രാൻഡ് ന്യൂ ഹെലികോപ്റ്ററും വാങ്ങിയതായും അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ നടപടി പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിവരം. ഏതായാലും പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും ബാധിക്കത്തക്ക വിധത്തിലാണ് ഇപ്പോൾ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. നമുക്കിനി ദുരന്ത ഭൂമിയായി വയനാട്. വയനാട് കള്ളാടി ദുരന്തത്തിൽപ്പെട്ടവരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തയുണ്ട്. 1-ാം സോണിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രതികൂല കാലാവസ്ഥ തെരച്ചിലിന് തടസ്സമാണ്. അതേസമയം തുരങ്കപാത ദുരന്തത്തിൽ അന്വേഷണ സമിതിയെ ഇന്ന് പ്രഖ്യാപിക്കും. ഇനി കണ്ടെത്താനുള്ളത് 4 പേരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുരങ്കപാതയുടെ 2 വശവും പരിശോധിച്ച ശേഷം മാത്രമേ ഇനി പ്രവർത്തനം തുടങ്ങുമെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണമായി വന്നിരിക്കുന്നത്. ഒപ്പം ടെക്നോ ലീഗൽ സ്റ്റഡീസും മറ്റും പൂർത്തിയാക്കുന്നുണ്ട്. പ്രതിപക്ഷ സംഘം അല്പസമയത്തിനകമാണ് ഈ മേഖലയിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി AP അനിൽകുമാർ സംസാരിച്ചു. അനുമോദിനോട് അനിൽകുമാറിന്റെ വാക്കുകളിലേക്ക്. ഇന്ന് രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിച്ചു. ഇപ്പോൾ നമുക്ക് ഒരാളുടെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരാളുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കണ്ടെടുത്ത് വൈത്തിരി ഹോസ്പിറ്റലിലേക്ക് മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി. 4 സോണാക്കി തിരിച്ചിരുന്നു. അതിൽ 1-ാമത്തെ സോണിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. അവിടെയും 2-ാമത്തെ സോണുമാണ് ഇന്ന് പ്രധാനമായും സെർച്ച് ചെയ്യുന്നത്. താഴെ ഭാഗം വരെ പോകുന്നുണ്ട്. നമുക്ക് ഇന്നലെ ഇവിടെ ഒന്നും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് പുഴ കൂടി നമ്മൾ ഫോക്കസ് കൊടുക്കാൻ തീരുമാനിച്ച് പുഴയുടെ സെർച്ച് നമ്മൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് 1-ാമത്തെ സോണിൽ നിന്നാണ് മിസ്സിംഗ് ആയ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തത്. എയർലിഫ്റ്റ് ചെയ്യണമെങ്കിൽ എംബാം ചെയ്യണമെന്നാണ്. അതുകൊണ്ട് അത്തരം ഇത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ നേരെ കാലിക്കറ്റ് ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അവിടുന്ന് എംബാം ചെയ്ത് അവർ ഏതാണ് എന്നുള്ള മിസ്സിംഗ് ആയ 5 പേരിൽ ആരാണ് എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കും. അപ്പോൾ നടന്നു കഴിഞ്ഞാൽ അക്കാര്യം പിന്നീട് ചെയ്യണം. CV അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഈ മരിച്ച ഒരാളെ കണ്ടെത്തി, ഒരു മൃതദേഹം കൂടി കണ്ടെത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. മൊത്തം 5 പേർക്കായിട്ടായിരുന്നു തിരച്ചിൽ ഇന്നലെ മുതൽ. ഇപ്പോൾ ഒരാളുടെ മൃതദേഹം കിട്ടി. ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കൂടുതൽ തിരച്ചിലിനുള്ള ഒരു കാലാവസ്ഥയുണ്ടോ അവിടെ?
രഞ്ജിത്ത്, ഇന്ന് രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്ന അന്തരീക്ഷമാണ്. വെയിൽ ഉദിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിലിന് ഇന്നലത്തെ പോലെ വലിയ പ്രതിസന്ധി ഇതുവരെ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. പക്ഷേ എപ്പോൾ വേണമെങ്കിലും മാറുന്ന ഒരു കാലാവസ്ഥയാണ് എന്നൊരു ആശങ്ക ഉണ്ടെങ്കിൽ പോലും ഇന്നലത്തേക്കാൾ ദൂരം ഇടങ്ങളിൽ പരിശോധന നടത്താൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. സോൺ 1 എന്ന പ്രധാനപ്പെട്ട, അതായത് ഈ അപകടത്തിൽ ഏറ്റവും അധികം ഡെബ്രിസ് അടിഞ്ഞുകൂടിയ മണ്ണും മറ്റു അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയ ആ മേഖലയാണ് സോൺ 1 ആയിട്ട് കണക്കാക്കുന്നത്. ആ സോൺ 1 നിന്നാണ് ഇപ്പോൾ ഈ മൃതദേഹം കിട്ടിയിരിക്കുന്നത്. ഈ സാധനങ്ങൾക്ക് ഇടയിൽ മണ്ണിനടിയിൽ പൂണ്ട് പോയ അവസ്ഥയിലായിരുന്നു മൃതദേഹം എന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. 2 ദിവസം മുൻപ് നടത്തിയ പരിശോധനയിൽ അവിടെ നിന്നും ഒരു മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു. ആ മൊബൈൽ ഫോണിൻ്റെ പുറകിൽ ഇയാളുടെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിലുള്ളതൊരു ഇമ്രാൻ എന്ന ആളുടെ മൊബൈൽ ഫോണാണ്. അയാൾ തന്നെയാണ്, അയാളുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയത് എന്നാണ് നമുക്ക് കരുതേണ്ടത്. സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്നാൽ പോലും പ്രാഥമികമായിട്ട് കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം തന്നെയാണ് എന്നാണ് നിഗമനം. അപ്പോൾ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയാണ് സോൺ 1 അതേപോലെ സോൺ 3 കേന്ദ്രീകരിച്ചാണ് ഇന്നിപ്പോൾ ഈ ഒരു പരിശോധന കൂടുതലായിട്ടും ഉണ്ടാവുക. അതായത് ഇന്നലെ നമ്മൾ ഏറ്റവും അധികം പുഴ കുത്തിയൊഴുകുന്ന ആ പ്രദേശത്തെ ദൃശ്യങ്ങൾ കാണിച്ചത്, അതാണ് സോൺ 2 ആയിട്ടുള്ളത്. ആ ഒരു മേഖലയും അതിന് മുകൾ ഭാഗത്ത് ഏറ്റവും അധികം മണ്ണും മറ്റും അവശിഷ്ടങ്ങളും വന്നു ചേർന്ന മേഖലയാണ് സോൺ 1. അപ്പോൾ അവിടെയും ഈ രണ്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ മുകൾ ഭാഗത്ത് സോൺ 3 പരിശോധന നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും പ്രധാനം കാലാവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കാലാവസ്ഥ അല്പം ആശ്വാസകരമാണ് ഈ തെരച്ചിലിനൊക്കെ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ കൂടുതൽ ഹിറ്റാച്ചിയും മറ്റ് യന്ത്ര സംവിധാനങ്ങളൊക്കെ ഈ പരിശോധനയ്ക്കായിട്ട് ഇറക്കുവാനും ഈ ഒരു കാലാവസ്ഥയിൽ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഇപ്പോൾ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവയ്ക്കാനുള്ളത്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും MV ഗോവിന്ദൻ മാസ്റ്ററും അടങ്ങുന്ന പ്രതിപക്ഷ സംഘം അല്പ നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ മേപ്പാടി പിന്നിട്ടിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റിനുള്ളിൽ അവരിവിടേക്ക് എത്തിച്ചേരും. സ്വാഭാവികമായിട്ടും അവരുടെ സന്ദർശനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സമയത്ത് ദുരന്തത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പ്രധാനമായിട്ടും ഇന്നലെ ഇടതുപക്ഷ നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ ക്യാമറ അവർ വരുന്ന ദൃശ്യങ്ങൾ പകർത്തുവാനായിട്ട് അങ്ങോട്ട് മാറ്റുകയാണ് രഞ്ജിത്ത്. എന്താണെങ്കിലും ഈ ഒരു ദുരന്ത സമയത്ത് രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിൽക്കുന്നതാണ് കേരളത്തിൻ്റെ ഒരു ശൈലി. അത് ഇത്തവണയും ഈ ഒരു ദുരന്ത മുഖത്തും അങ്ങനെ തന്നെയാണ് എന്ന് തന്നെ വേണം എടുത്ത് പറയുവാൻ. പക്ഷേ അതിൻ്റെ ഈ ദുരന്തത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അത് പലതരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് ടി സിദ്ദീഖിൻ്റെ പരാമർശിപ്പത ദൃശ്യങ്ങൾ കാണാം. നമ്മൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും MV ഗോവിന്ദൻ മാസ്റ്ററും അടങ്ങുന്ന പ്രതിപക്ഷ സംഘം ഈ അപകടം നടന്ന കള്ളാടിയിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവർ സംഭവ സ്ഥലം, അപകടം നടന്ന സ്ഥലവും അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പും, അതായത് മേപ്പാടി പോളിടെക്നിക് കോളേജിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലും അതിനുശേഷം ഇപ്പോൾ ആളുകൾ ചികിത്സയിലുള്ള ഹോസ്പിറ്റലിലും BMC ഹോസ്പിറ്റലിലും അവർ സന്ദർശനം നടത്തും. അതിനുശേഷം 11:30 കൽപ്പറ്റയിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവരാണ് ഈ സംഘത്തിലുള്ളത്. CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും കൂടെയുണ്ട്. അവർ ഈ സംഭവ സ്ഥലത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. മന്ത്രി AP അനിൽകുമാർ അവരോട് ഒപ്പമുണ്ട്. MP ജയരാജനും ഈ സംഘത്തിലുണ്ട്. ദുരന്ത സ്ഥലത്തേക്ക് പ്രതിപക്ഷ സംഘം എത്തുകയാണ്. നമുക്കറിയാം, 2 വർഷം മുൻപ് ഒരു മഹാദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തെ അതിജീവിക്കാൻ നേതൃത്വം കൊടുത്തതാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയെക്കുറിച്ചും ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ നല്ല ബോധ്യമുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സന്ദർശനം രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു ദുരന്തമുഖത്ത് കേരളം എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നു എന്ന ഒരു സന്ദേശം അത്
കൈമാറുന്നത് കൂടിയാണ്. രഞ്ജിത്ത്, കാലാവസ്ഥ മാറിയിരിക്കുന്നു. നമ്മൾ ഈ ലൈവ് തുടങ്ങുന്ന സമയത്ത് വെയിലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ അതുവരെ പോകാനുള്ള അനുവാദം ഇപ്പോഴും നൽകിയിട്ടില്ല. ഈ ഒരു നിയന്ത്രിത മേഖലയിലേക്ക്, അതായത് 4 സോണാക്കി തിരിച്ച അപകടം നടന്ന മേഖലയിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനാനുമതി ഇതുവരെയും നൽകിയിട്ടില്ല. സംഘം അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം മാധ്യമങ്ങളെ ഇവിടെ വെച്ചല്ല 11 മണിയോടെ വയനാട്ടിലെ CPM-ൻ്റെ ഓഫീസിൽ നിന്നാണ് കാണുക എന്നാണ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ ഉന്നയിച്ച ഒരു കാര്യം, അതിനൊരു പക്ഷെ മറുപടി ഉണ്ടായേക്കാം. അതായത് ഈ ഒരു പദ്ധതിക്കായിട്ട് മണ്ണ് പരിശോധന നടത്തണമെന്ന് താൻ പറഞ്ഞപ്പോൾ തന്നെ മണ്ണ് പരിശോധനാ വിദഗ്ധരെന്ന് പരിഹസിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് വന്നത്. അതായത് ഏതൊരു പദ്ധതി തുടങ്ങുന്നതിന് മുൻപ് മണ്ണിൻ്റെ പരിസ്ഥിതി പരിശോധന, അതിന് മണ്ണിൻ്റെ ഘടന, അത് ഈ പരിസ്ഥിതി പഠനത്തോടൊപ്പം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം കേരളത്തിലെ ഓരോ പ്രദേശത്തെയും മണ്ണിൻ്റെ ഘടന ഒരേപോലെയല്ല, അത് ഓരോ മേഖലയിലും വ്യത്യസ്തമാണ്. വയനാട്ടിലെയും കോഴിക്കോട്ടെയൊക്കെ മണ്ണിൻ്റെ ഘടന ഒരുപോലെ ആകണമെന്നില്ല. അങ്ങനെ ഒരു കൃത്യമായ പരിശോധന നടത്തിയതിന് ശേഷമേ വലിയ പദ്ധതി, അത് ഹൈവേയുടെ നിർമ്മാണമാകട്ടെ, അത്തരത്തിലുള്ള ഏത് വലിയ പ്രൊജക്റ്റും ആകട്ടെ, അങ്ങനെ വേണം എന്നാണ് താൻ പറഞ്ഞത്. പക്ഷേ അന്ന് അതിനെ ആരും ഉൾക്കൊണ്ടില്ല, അന്ന് പരിഹസിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ഒരു വിമർശനം കൂടിയാണ് ഒരു വേണം കരുതുവാൻ. കാരണം വളരെ വേഗത്തിൽ ഈ ഒരു പദ്ധതിക്കായിട്ട് അനുവാദം നൽകി, അല്ലെങ്കിൽ കേന്ദ്രത്തിന് അനുവാദം വാങ്ങിയെന്ന് പറയുമ്പോൾ അത് മതിയായ പരിശോധനകൾ നടത്തിയിട്ടല്ല എന്ന ഒരു ഗുരുതരമായ ആക്ഷേപമാണ് മുഖ്യമന്ത്രി ഇന്നലെ ഉന്നയിച്ചത്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നൊരു മറുപടി ഇന്നുണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. രാഷ്ട്രീയമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കുള്ള സാഹചര്യമല്ല ഇത് എന്ന് നമുക്കറിയാം. എന്നിരുന്നാൽ പോലും ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിൽ പലതും മറുപടി പറഞ്ഞു പോകേണ്ടത് തന്നെയാണ് എന്നതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായേക്കുമെന്ന് വേണം നമുക്ക് കരുതുവാൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, മഞ്ഞും മൂടാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു തെരച്ചിലിനൊക്കെ തന്നെ വിഘാതമായി നിൽക്കുന്ന ഒരു സാഹചര്യം. കനത്ത മഴയാണെങ്കിൽ പരിശോധനയെ തന്നെ അത് ബാധിക്കും. ഈ ചെറിയ ചാറ്റൽ മഴയിൽ ഒരുപക്ഷെ തെരച്ചിൽ നടക്കും. മഴ കനത്താൽ ഇപ്പോൾ കൂട്ടിയിട്ട മണ്ണൊക്കെ വീണ്ടും ഇടിയുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വരും. അപ്പോൾ ഇത് തെരച്ചിൽ നടത്തുന്നവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന സാഹചര്യം വരും. അത് ഒഴിവാക്കാൻ ആ ഘട്ടങ്ങളിൽ തെരച്ചിൽ നടത്തരുത് എന്നാണ് നിർദ്ദേശമുള്ളത്. പക്ഷേ ഇവിടുത്തെ സാഹചര്യം നമുക്കറിയാം. 2 ദിവസമാകുന്നു. ഇനിയും മണ്ണിനടിയിൽ 4 പേരെ കണ്ടെത്താനുണ്ട്. അവരുടെ കുടുംബങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മളെ അതിഥികളാണവർ, നമ്മുടെ നാട്ടിലെത്തിയവരാണവർ. നമുക്ക് ഒരു ദുരന്തം വരുമ്പോൾ നമ്മുടെ നാട്ടുകാർ അതിൽ പെടുമ്പോൾ ഉണ്ടാകുന്ന അതേ വേദനയും അതേ ദുഃഖവും അവരെ കണ്ടെത്താനുള്ള അതേ ജാഗ്രതയുമൊക്കെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ കാണിച്ചേ തീരൂ. കാരണം ഓരോ ജീവനും അത്രമാത്രം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യത്തിലും അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അത് ഊർജിതമായിട്ട് തന്നെ പുരോഗമിക്കുകയാണ്. സോൺ 1-ൽ നിന്നും ഒരു മൃതദേഹം കിട്ടി എന്നുള്ളത് തന്നെ തെരച്ചിൽ ശരിയായ ദിശയിൽ തന്നെയാണ് എന്നത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ എക്സ്കവേറ്ററുകളും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണിപ്പോൾ ചെയ്യുന്നത്. കൂടുതൽ കേന്ദ്ര സംവിധാനങ്ങൾ വിവിധ 4 സോണാക്കി തിരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മൾ നേരത്തെ മൃതദേഹം കണ്ടെത്തിയ സോൺ 1, അതിൻ്റെ താഴെയുള്ള സോൺ 2, അത് ഈ ഒരു അപകടം നടന്ന മേഖലയുടെ താഴെയുള്ള 2 ഭാഗമാണ്. അത് ഏറ്റവും അധികം മണ്ണും മറ്റ് അവശിഷ്ടങ്ങളും വന്നടിഞ്ഞ മേഖലയാണ് സോൺ 1-ഉം സോൺ 2-ഉം. അതിന് മുകളിലായിട്ടുള്ളതാണ് സോൺ 3. അതിൻ്റെ ഈ അപകടം നടന്ന ഇടത്തിൻ്റെ ഇടതുഭാഗത്ത്, അതായത് ആ നീല ടാർപോളിനെല്ലാം ഇട്ട് ഈ മണ്ണ് കൂട്ടിയിട്ടതിനോട് താഴെയുള്ള ഭാഗം, അവിടെയാണ് സോൺ 4 എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും മഴ വീണ്ടും ശക്തമായി പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവും CPM സംസ്ഥാന സെക്രട്ടറിയും അടങ്ങുന്ന
നേതാക്കളുടെ സംഘം ഈ അപകടം നടന്ന ഇടത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടുത്തെ സാഹചര്യങ്ങൾ അവർ നേരിൽ കണ്ട് മനസ്സിലാക്കുകയാണ്. എന്താണെങ്കിലും അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ അത് ഇന്ന് 11:30 ലഭ്യമാകും. ഒരു ദുരന്ത മുഖം ആരോപണ പ്രത്യാരോപണങ്ങളുടെ വേദി കൂടിയാകുമോ, അതിൻ്റെ സാഹചര്യം കൂടിയാകുമോ എന്നുള്ളതൊക്കെ അവരുടെ മറുപടിക്ക് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അതേസമയം സർക്കാർ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ സാഹചര്യം എടുത്തിരിക്കുന്നത്. ഇതുവരെ ഇനി ഒരു അറിയിപ്പുണ്ടാവുന്നവരെ, അതായത് ഇതിൻ്റെ നിയമവശങ്ങളും ടെക്നിക്കലായിട്ടുള്ള പാരിസ്ഥിതിക വശങ്ങളും പ്രായോഗിക വശങ്ങളും എല്ലാം പരിശോധിച്ച ശേഷമേ ഇനി പദ്ധതി നിർമ്മാണം തുടങ്ങാവൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. അത് അന്വേഷിക്കാനുള്ളൊരു സമിതിയെയും ഇന്ന് പ്രഖ്യാപിക്കും. ഏതെല്ലാം തരത്തിൽ ഇവിടെ ഒരു നിയമവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ജാഗ്രത കാണിക്കാത്ത പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനനുസരിച്ച് ഇതിൻ്റെ കാരണങ്ങളിലേക്ക് എത്താം. കമ്പനി മറുപടി പറഞ്ഞേ തീരൂ എന്ന് മുഖ്യമന്ത്രി തന്നെ ശക്തമായ ഭാഷയിൽ ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പിഴവുകൾ സംഭവിച്ചത് ആരുടെ ഭാഗത്തുനിന്നാണെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മണ്ണ് നീക്കം ചെയ്യാത്തതാണ് അപകടത്തിലേക്ക് വഴിവെച്ചതെന്ന വാദം നിലനിൽക്കെ തന്നെ അവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്ന ഒരു വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ മണ്ണ് നീക്കിയ ഇടത്ത് സിമൻറ്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്ലാസ്റ്റർ ചെയ്തത് ആ മേഖലയിൽ സ്വാഭാവിക ഒഴുക്കിനെ ബാധിക്കുകയും അത് ആ മേഖലയിൽ വെള്ളം കൂടുതൽ കെട്ടിക്കിടന്ന് ഉള്ളിൽ സമ്മർദ്ദമുണ്ടാക്കി അവിടെ ഒരു മണ്ണിടിച്ചിലിന് വഴിയൊരുക്കിയിട്ടുണ്ടോ എന്നുള്ള വളരെ ഗൗരവത്തിലുള്ള ഒരു കാര്യവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഈ അപകടത്തിൻ്റെ കാരണങ്ങളിലേക്ക് വഴി തുറക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിനെതിരെയും വലിയ ആക്ഷേപമാണ് ഉയരുന്നത്. മണ്ണ് നീക്കം ചെയ്യണമെന്നൊരു നിർദ്ദേശം കൊടുത്തതുകൊണ്ട് മാത്രം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം തീർന്നോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത്. അവർ നീക്കം ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുത്തില്ല എന്ന ചോദ്യം. കളക്ടർ നിർദ്ദേശം നൽകിയ സമയത്ത് മഴ ഇത്രത്തോളം ശക്തമായിരുന്നില്ല. അന്ന് അവർക്ക് മണ്ണ് നീക്കം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരെന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യം ഉയരുന്നതോടൊപ്പം അങ്ങനെ മണ്ണ് നീക്കം ചെയ്യാത്ത ആ കമ്പനിയെ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറായില്ല എന്ന മറു ചോദ്യം കൊണ്ടും പ്രതിപക്ഷം നേരിടുന്നുണ്ട്. അതോടൊപ്പം കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണമായി നമുക്ക് അറിയാൻ കഴിഞ്ഞത് മണ്ണ് കൂട്ടിയിടാനുള്ള സ്ഥലം എവിടെ എന്നുള്ളത് സർക്കാർ കാണിച്ചു കൊടുത്തില്ല എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ്. ഇത്രയും വലിയ അളവിലുള്ള മണ്ണ് അതെവിടെ സംരക്ഷിക്കണമെന്നുള്ള, എവിടെ കൂട്ടിയിടണം എന്നുള്ളത് ജില്ലാ ഭരണകൂടത്തിൻ്റെ കൂടിയൊരു അനുവാദത്തോടെ വേണ്ട കാര്യമാണ്. 1-2 ക്വാറികൾ, ഉപയോഗശൂന്യമായ ക്വാറികൾ കണ്ടെത്തിയിരുന്നെങ്കിലും അവിടെ എവിടെ ഇത് കൂട്ടിയിടണം എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു എന്ന വിശദീകരണവും കമ്പനിയുടേതായിട്ടുള്ളതായി വന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിൽ ആരോപണ പ്രത്യാരോപണങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളും ഈ ദുരന്തത്തെ ചൊല്ലി ഇനിയുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഇന്ന് അറിയാനുള്ള ഒരു കാര്യം. എന്നാണെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും എം വി ഗോവിന്ദൻ മാസ്റ്ററുമൊക്കെ അപകട സ്ഥലം സന്ദർശിച്ച് മടങ്ങി വരികയാണ്. കനത്ത മഴ തന്നെയാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്. മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ? ഇവർക്ക് എവിടെ വെച്ചായിരിക്കും അങ്ങനെയെങ്കിൽ മഴ അതിനൊക്കെ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മറ്റും പോകുന്നുണ്ടോ പ്രതിപക്ഷ നേതാക്കൾ? തീർച്ചയായും ഇവർ മാധ്യമങ്ങളെ ഇവിടുന്ന് കാണുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇന്ന് 11:30 CPM-ൻ്റെ ഓഫീസിൽ വെച്ച് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചൊരു പ്രതികരണത്തിൻ്റെ സാധ്യത കുറവാണ്. മാത്രമല്ല നമുക്കറിയാം പിണറായി വിജയൻ സഖാവ് ഇങ്ങനെ മറുപടികൾ പറയുന്നതിലും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങൾ പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണം നമുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അദ്ദേഹം അടങ്ങുന്ന സംഘം, അദ്ദേഹത്തിന് നേതൃത്വ സംഘം നേരെ പോകുന്നത് ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ്. മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് പോവുക. അവിടെ നിന്നും അതിനുശേഷം ആശുപത്രിയിൽ, VMC ആശുപത്രിയിൽ, അവിടെയാണ് പരിക്കേറ്റവരൊക്കെ ചികിത്സയിലുള്ളത്. അവരുടെ ആരോഗ്യ വിവരങ്ങളും പ്രശ്നങ്ങളും അറിയുവാൻ
CPM-ന്റെ ആസ്ഥാനത്ത് വെച്ച്, ജില്ലാസ്ഥാനത്ത് വെച്ച് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും പ്രതിപക്ഷ നേതാവും ഗോവിന്ദൻ മാസ്റ്ററോടങ്ങുന്ന സംഘം അപകട സ്ഥലം സന്ദർശിച്ച് മടങ്ങുകയാണ്. അദ്ദേഹം കാറിൽ കയറുകയാണ്. ഇവിടെ നിന്ന് നേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ്, മേപ്പാടിയിലെ പോളിടെക്നിക് കോളേജിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് സംഘം പോകുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ ഇപ്പോൾ വാഹനത്തിൽ കയറുകയാണ്. എന്താണെങ്കിലും ഇന്ന് രാവിലെ ഇതുവരെ ഉള്ള ഒരു തെരച്ചിൽ, അതിൽ ഒരു മൃതദേഹം കണ്ടെത്തി എന്നുള്ളത് തെരച്ചിലിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം നൽകുന്നത് തന്നെയാണ്. പക്ഷേ മാറുന്ന കാലാവസ്ഥ അതുതന്നെയാണ് ഇവിടെ ഒരു പ്രധാന വെല്ലുവിളിയായിട്ട് ഉള്ളത്. വലിയ മഴ പെയ്താൽ, ശക്തമായ മഴ ഈ ഒരു തെരച്ചിലിനൊക്കെ തന്നെ വിഘാതം തീർക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാവുന്ന അവസ്ഥ എന്നതാണ് ഇന്നത്തെ ഒരു കാലാവസ്ഥ. എന്നാണെങ്കിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കള്ളാടിയിലെ അപകടസ്ഥലം സന്ദർശിച്ച് മടങ്ങുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം MV ജയരാജൻ എന്നിവർ ഉണ്ടായിരുന്നു. അവർ വയനാട്ടിലെ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം മടങ്ങുകയാണ്. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇപ്പോൾ മടക്കം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ മുഖ്യമന്ത്രി ഈ മേഖല സന്ദർശിച്ചിരുന്നു. വാർത്താ സമ്മേളനത്തിന് അതിനു മുൻപ് ചില രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ 11:30 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട്. പ്രതിപക്ഷ നേതാക്കളുടെ അതിൽ എന്തെങ്കിലും പറയുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണണം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മഴ ശക്തമായി തുടരുകയാണ്. അവിടെ അതിശക്തമായ മഴയുണ്ട്. മഴയെ അവഗണിച്ചാണ് പ്രതിപക്ഷ നേതാക്കൾ ഈ ദുരന്ത സ്ഥലത്ത് എത്തുകയും ഇപ്പോൾ മടങ്ങുകയും ചെയ്തത്. ഈ അനുമോദ തുടക്കത്തിൽ ഒരു അരമണിക്കൂർ മുമ്പ് വരെ നല്ല കാലാവസ്ഥയായിരുന്നു, വെയിലുണ്ടായിരുന്നു. അതിനുശേഷം മഴ ശക്തമായി പെയ്തു. ഇപ്പോൾ അവിടെ വീണ്ടും തെരച്ചിൽ തുടരുകയാണ് എന്ന വിവരം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഒരു മൃതദേഹം കൂടി ലഭ്യമായത്. അനുമോദ്, ഇനിയിപ്പോൾ 4 പേരെക്കുറിച്ചാണ് വിവരം കിട്ടാനുള്ളത് അല്ലേ? എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുണ്ടോ? ഇപ്പോൾ ഈ മണ്ണ് കൂടിക്കിടക്കുന്ന മേഖലകൾ, അത് മണ്ണ് മാറ്റിയുള്ള പരിശോധന തന്നെയാണ് നടക്കുന്നത്. മറ്റെന്തെങ്കിലും കടാവർ നായകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ സേവനം ഇന്നുമുണ്ടോ? ഏതൊക്കെ രീതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? രഞ്ജിത്ത്, തെരച്ചിൽ പുരോഗമിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 സോണാക്കി തിരിച്ചതിൽ സോൺ 1 കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ പരിശോധന നടക്കുന്നത്. ഒപ്പം സോൺ 3-ലും പരിശോധന തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വലിയ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച്, അതായത് ഈ ദുർബലമായ മണ്ണിലും നിലയുറപ്പിക്കാൻ കഴിയുന്ന വലിയ ഹിറ്റാച്ചുകൾ കൊണ്ടുവന്നാണ് ഇപ്പോൾ ആ മേഖലയിലെ മണ്ണ് നീക്കി പരിശോധന നടക്കുന്നത്. അതോടൊപ്പം കെടാവർ നായകളെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ പല ദുരന്തമുഖങ്ങളിലും ഏറ്റവും അധികം ഈ ആളുകളെ കണ്ടെത്താനൊക്കെ സഹായകമായിട്ടുള്ള കെടാവർ നായകളെ നമ്മൾ മുമ്പ് പലപ്പോഴും കവളപ്പാറയിലും അതുപോലെ തന്നെ മേപ്പാടിയിലും മുണ്ടക്കയിലും പുത്തുമലയിലും ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ വടക്കാഞ്ചേരി ദുരന്ത മുഖത്തുമൊക്കെ സേവനം ചെയ്ത മായയടക്കമുള്ള കെടാവർ നായകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഈ മേഖലയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ കാരണം മണ്ണ് വളരെ കുണിഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നായകളെ ഇറക്കാൻ കഴിയുന്ന അവസ്ഥയില്ല. നായകളടക്കം മണ്ണിൽ പൂന്തിപ്പോകുന്ന, ആണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവരെ നായകളെ കൊണ്ട് പരിശോധന നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇപ്പം നമ്മൾ അവിടെ എന്തോ കണ്ടെത്തിയതായിട്ടുള്ള സൂചനയുണ്ട്. സ്ട്രക്ചറുമായിട്ട് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ, സിവിൽ ഡിഫൻസ് വണ്ടിയേഴ്സൊക്കെ താഴേക്ക് ഇറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. സോൺ 3-ലാണ് ആ തെരച്ചിലിൻ്റെ ഇടത്തേക്കാണ് ആളുകൾ പോകുന്നത്. ഒരു പക്ഷേ എന്തെങ്കിലും സാധ്യതകൾ, ശരീരാവശിഷ്ടം അല്ലെങ്കിൽ ശരീരം കണ്ടെത്താനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് എന്ന് വേണം കരുതുവാൻ. കാരണം എല്ലാവരും അവിടേക്ക് ഒന്നിച്ച് നീങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നും ആംബുലൻസ് ഉടൻ വരുമെന്ന അറിയിപ്പ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. വാഹനങ്ങൾക്ക് ആംബുലൻസിന് പോകാൻ വഴിയൊരുക്കാനുള്ള നിർദ്ദേശം പോലീസ് നൽകുന്നു. അതായത് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയെന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ആരുടേതാണ്, എന്താണ് എന്നുള്ളത് നമുക്ക് അല്പ നിമിഷത്തിന് ശേഷമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു മൃതദേഹം കൂടി കണ്ടെത്തി എന്ന തരത്തിൽ തന്നെ ഉള്ള സൂചനയാണ് ലഭിക്കുന്നത്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും ഇന്ന് രാവിലെ തെരച്ചിൽ തുടങ്ങി. മണിക്കൂറുകൾക്കുള്ളിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും മറ്റൊരു മൃതദേഹം കണ്ടെത്തിയതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്.
ഇന്നലത്തെ മോശം കാലാവസ്ഥ തെരച്ചിലിനെ കാര്യമായി ബാധിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഈ സമയം വരേക്കും വലിയ മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ഘടകം. ഇതുവരെ ഇറങ്ങാൻ കഴിയാത്ത സോൺ 3 അതുകൊണ്ട് തന്നെ ഇന്ന് പ്രവേശിക്കാനും കഴിഞ്ഞു. അവിടെ മണ്ണ് നീക്കി പരിശോധന നടത്താൻ കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ടായിട്ട് വേണം നമ്മളിതിനെ കാണുവാൻ. വാഹനങ്ങൾ മണ്ണ് നീക്കുന്ന വാഹനങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നുണ്ട്. ഒപ്പം അവിടെ ആരെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ എന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളൊരു കാര്യം. നമുക്കതിലേക്ക് അല്പസമയത്തിന് ശേഷമേ ആ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. കാരണം നമുക്ക് ആ മേഖലയിലേക്ക് മാധ്യമങ്ങൾക്കൊന്നും തന്നെ പ്രവേശനമില്ല. അവിടെ പൂർണ്ണമായിട്ടും മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഉള്ള ഒരു ഇടമാണ്. ഈ കയറിനപ്പുറം ആർക്കും മാധ്യമങ്ങൾ പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ആ ഒരു മേഖലയിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർ അവിടേക്ക് ഇറങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. പോലീസിൻ്റെ ഭാഗത്തു നിന്നും കർശന നിർദ്ദേശം വരുന്നുണ്ട്. അവിടെ മൃതദേഹം കണ്ടെത്തിയോ എന്ന ചോദ്യമാണ് ഇനി നമുക്ക് ഉത്തരം കിട്ടാനുള്ളത്. 4 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 4 പേരെ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. 5 പേരെ ആയിരുന്നു. ഇന്ന് രാവിലെ മുതൽ 5 പേർക്കായുള്ള തിരച്ചിലായിരുന്നു. ഒരു മൃതദേഹം അല്പസമയം മുമ്പ് ലഭ്യമായി. ഇപ്പോൾ സ്ട്രെച്ചറും മറ്റുമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും അങ്ങ് സോൺ 3 മേഖലയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആംബുലൻസിനുള്ള ഏർപ്പാടുകളും ബന്ധപ്പെട്ടവർ ചെയ്യുന്നുണ്ട്, പോലീസ് അടക്കം ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ശരീരാവശിഷ്ടമോ ഒരു മൃതദേഹമോ മറ്റോ ലഭ്യമായോ എന്ന സംശയമാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഒരുപക്ഷെ അതിനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതൽ. ഇന്നിപ്പോൾ മഴ അല്പം ഒന്ന് മാറി നിൽക്കുന്ന ചെറിയ മഴയുണ്ടെങ്കിൽ പോലും അതിശക്തമായ മഴയില്ല. രാവിലെ അല്പസമയം വെയിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രക്ഷാപ്രവർത്തകർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയുള്ള തിരച്ചിലും മറ്റു കാര്യങ്ങളും മറ്റും. CV അനുമോദ് അവിടെ തുടരുന്നുണ്ട്. നമുക്ക് അനുമോദിലേക്ക് വരാം എന്ന് കരുതുന്നു. മറ്റ് ചില വാർത്തകളിലും കൂടി ഒന്ന് പോയി വരാം. വയനാട് കള്ളാടി ദുരന്തം കഴിഞ്ഞതോടെ ഊണുമുറക്കവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കോഴിക്കോട് കക്കാടംപൊയിലിലെ ഒരു പറ്റം ജനങ്ങൾ. വെണ്ടേക്കംപൊയിൽ മേലെ മങ്ങാട് പ്രദേശത്ത് സ്വകാര്യ കരിങ്കൽ ക്വാറിക്ക് വേണ്ടി മലമുകളിൽ കൂന കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണാണ് ഇവരുടെ സമാധാനം കെടുത്തുന്നത്. മഴ കനത്താൽ ഈ മൺകൂന വെള്ളപ്പാച്ചിലോടൊപ്പം ഒലിച്ചിറങ്ങിയാൽ നടുക്കുന്ന ദുരന്തമായി അത് മാറും. ന്യൂസ് 18 വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അത് അധികൃതരുടെ കണ്ണു തുറപ്പിക്കട്ടെ. ഇനി രാത്രിക്ക് ഇത് പൊട്ടി ഒഴുകി വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഓടാനാ കുറെ പരാതി കൊടുത്താണ്. പരാതി കൊടുക്കാൻ ഇനി ആർക്കും ഇല്ല. ഇക്കാണുന്നതാണ് വെണ്ടേക്കംപൊയിൽ മേലെ മങ്ങാട്ട് ജനങ്ങളുടെ നെഞ്ചെടുപ്പേറ്റുന്ന മൺകൂന. കുന്നിൻ മുകളിൽ സ്വകാര്യ വ്യക്തി നടത്തുന്ന കോറിക്ക് വേണ്ടി കൂന കൂട്ടിയിട്ടതാണിത്. ഒരു സുരക്ഷയും പാലിക്കാതെയുള്ള ഈ നിയമലംഘനം ഈ പെരുമഴയത്ത് സാധാരണക്കാരായ കുറെ ജനങ്ങളെയാണ് ഭീതിയുടെ മുനമ്പിലാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കണ്ണറിയാൻ പറ്റാത്തൊരു അമ്മയുണ്ട്. പിന്നെ 3 വയസ്സായത് തീരെ കുഞ്ഞുങ്ങളാണ് 3 ഉള്ളത്. ഞങ്ങൾ ആകപ്പാടെ മേടിച്ചത് എപ്പോൾ പൊട്ടും എങ്ങനെ പൊട്ടും നിങ്ങൾ കണ്ടോളും. ഞങ്ങൾ ആകെ ഇതിലാണ്. നാട്ടുകാർ പറയുന്നത് ശരിയാണെന്ന് ആർക്കും ഒറ്റനോട്ടത്തിൽ മനസ്സിലാകും. മഴ ഇങ്ങനെ കനത്തു പെയ്താൽ ഈ മൺകൂന ഇടിയാം. അങ്ങനെ ഒരു അപകടമുണ്ടായാൽ അതിന്റെ ആഘാതം എന്തായിരിക്കുമെന്ന് ആർക്കും പറയാനാകില്ല. കാരണം പിഞ്ചുകുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളുമടക്കം 300ഓളം കുടുംബങ്ങളാണ് ഇവിടെ പാർക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം പെരുമഴ തുടങ്ങിയതോടെ നേരിയ തോതിൽ കുന്നിൻ ചെരുവിൽ കൂടി മണ്ണ് ഒലിച്ചിറങ്ങുന്നുണ്ട്. കാണുന്നതാണ് അവസ്ഥ. പെരും കാറ്റും മഴയാണ്. അതില് വെള്ളം ഇറങ്ങിയിട്ട് മണ്ണ് കൂട്ടിരിക്കുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ കനത്ത ഒരാഴ്ചയായി മഴ തുടങ്ങിയിട്ട്. ഈ ഒരാഴ്ച ഞങ്ങൾ ഏറ്റവും മേളിലൊരു കുന്നൊരു വീട്ടുണ്ട്. അവിടെയാണ് ഞാൻ മക്കളെ കൊണ്ട് കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വന്നിട്ടാണ് അത് സ്കൂളുകളിൽ പോകാൻ പറ്റുന്നത്. ഭീതി കനത്തതോടെ ഇവിടെ വീട്ടുകാർ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. പലരും ഉണർന്നിരിപ്പാണ് രാത്രികളിൽ. ഒരു ശബ്ദം കേട്ടാൽ ചാടി എണീക്കും. തലയ്ക്ക് മുകളിലുള്ള ഈ വലിയ ഭീതിയെക്കുറിച്ച് നാട്ടുകാർ നിരന്തരം പരാതി നൽകിയിട്ടുണ്ട്. ഒരു അധികാരിയും അത് കണ്ടമട്ട് നടിച്ചിട്ടില്ല. കോറിക്കാരാണെങ്കിൽ ഒന്നും തങ്ങളെ ബാധിക്കില്ലെന്ന മട്ടിൽ ഇവരുടെ ജീവന് പുല്ലുവിലയും നൽകുന്നു. ഒരു കോറിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിപ്പോ ഏകദേശം 1 കൊല്ലം ആകുന്നു. അത് കൂടാതെ അതിന്റെ പ്രശ്നങ്ങൾ മാറി നിൽക്കുകയാണ്. ഇവർ ഈ കോറിന്നുള്ള മണ്ണും വേസ്റ്റും വലിയ വലിയ പാറകളും കൊണ്ട് ഇതുപോലെ കുന്നുകളായി കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് നേരെ വരുന്നത് വെണ്ടേക്കംപൊയിൽ എന്ന പ്രദേശത്തേക്കാണ്. ഈ മേയത്തും കാറ്റത്തും എങ്ങോട്ട് ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയാണ്. കാരണം ആന വഴിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് രാത്രി എങ്ങോട്ടൊന്നും മാറാനും പറ്റുന്നില്ല. ആ രീതിയിൽ ആപ്പാടെ ബുദ്ധിമുട്ടിലാണ്. എല്ലാ തവണ ഞങ്ങൾ പരാതി പറയുന്നതാണ്. പഞ്ചായത്ത് സെക്രട്ടറി എല്ലാവരോടും പറഞ്ഞിട്ട് പോലും ഇതിന് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ കണ്ടിട്ടും കണ്ണടയ്ക്കുന്ന അധികാരികളോട് നാട്ടുകാർക്ക് പറയാനൊന്നേ ഉള്ളൂ, ഒരു ദുരന്തമുണ്ടായിട്ട് രക്ഷാപ്രവർത്തനവുമായി പാഞ്ഞു വന്നിട്ട് കാര്യമില്ല. ഇവർക്കാർക്കും ഒന്ന് മാറി താമസിക്കാൻ പോലും വേറെ ഇടമില്ലാത്തവരാണ്.
ഇവിടെ ഒരു കള്ളാടി ആവർത്തിക്കാതിരിക്കാൻ ചുമതലപ്പെട്ട അധികാരികൾ വേണ്ട നടപടിയെടുക്കണം. ഒരു ദുരന്തം കൂടി ഉണ്ടാകരുത്. ഗുലാം നബി ആസാദ്, ന്യൂസ് 18, മുക്കം. ഒരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വാഹനം രജിസ്ട്രേഷൻ മാറ്റാതെ തന്നെ മറ്റൊരു സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നതിനെ ഉള്ള കാലയളവ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു വാഹന ഉടമയ്ക്ക് നിലവിലെ രജിസ്ട്രേഷൻ മാറ്റാതെ തന്നെ മറ്റൊരു സംസ്ഥാനത്ത് 3 വർഷം വാഹനം ഉപയോഗിക്കാൻ കഴിയുന്ന നിയമമാണ് സർക്കാർ ഇപ്പോൾ കൊണ്ടുവരാൻ ആലോചിക്കുന്നത്. നിലവിൽ രജിസ്ട്രേഷൻ മാറാതെ 1 വർഷം മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഈ നിയമം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം. ജോലിക്കിടയിൽ അടിക്കടി സ്ഥലമാറ്റങ്ങൾ ഉണ്ടാവുകയും ചെറിയ കാലയളവിലേക്ക് കരാറടിസ്ഥാനത്തിലൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു മാറ്റമായാണ് ഉദ്യോഗസ്ഥർ ഇതിനെ വിലയിരുത്തുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ 3 വർഷം വരെ ജോലി ചെയ്ത ശേഷം സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന ആളുകളായിരിക്കും ഈ നിർദ്ദേശത്തിൻ്റെ ഗുണഭോക്താക്കളായി പ്രധാനമായും വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ചില രജിസ്ട്രേഷൻ നിയമ മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റു വാർത്തയിലേക്ക്. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വാഹനങ്ങളിൽ 20% എഥനോൾ ചേർന്ന ഇന്ധനം സുരക്ഷിതമാണെന്ന് വാഹന നിർമ്മാതാക്കൾ. മാരുതി സുസുക്കി, ടൊയോട്ട കിർലോസ്കർ, ഹുണ്ടായി, ഹീറോ മോട്ടോ കോർപ്പ്, TVS മോട്ടോർ, ബജാജ് ഓട്ടോ എന്നീ കമ്പനികളെല്ലാം തന്നെ ഈ പറഞ്ഞ ഇന്ധനത്തെ, എഥനോൾ ഇന്ധനത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ 20% കൂടുതൽ ഇന്ധനം ചേർക്കുന്ന ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്ന് മെഴ്സിഡസ് ബെൻസ് ആവശ്യപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർക്കാരിനോട് അവരിത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദീർഘകാലത്തെ ലബോറട്ടറി പരീക്ഷണത്തിനും വിവിധ രാജ്യങ്ങളിൽ പരീക്ഷണത്തിനും ശേഷമാണ് പെട്രോളിനൊപ്പം എഥനോൾ ചേർക്കുന്നത് നടപ്പിലാക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ വാഹന ഉടമകൾ ഇതുമായി ബന്ധപ്പെട്ട് വാഹന കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള നിർദ്ദേശങ്ങളുമായി രംഗത്ത് വരുന്നത്. ഏതാണ്ട് 1.5 കോടി വാഹനങ്ങൾ പരിശോധിച്ചതിൽ, എഥനോൾ വാഹനങ്ങൾ പരിശോധിച്ചതിൽ തുരുമ്പിൻ്റെ അംശം കണ്ടെത്തിയിട്ടില്ല എന്നും മറ്റും വാഹന കമ്പനികൾ വിശദീകരിക്കുന്നുണ്ട്. മറ്റു വാർത്ത. ട്രെയിനിലെ ഫസ്റ്റ് ക്ലാസ് AC കോച്ച് ക്യാബിനിൽ ഹണിമൂൺ സ്വീറ്റ് പോലെ അലങ്കരിച്ചതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സന്ദേശ് നന്ദേഗ്രാം എക്സ്പ്രസിൻ്റെ AC കോച്ചാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂക്കളും ബലൂണുകളും എല്ലാം ഉപയോഗിച്ചാണ് ക്യാബിൻ മനോഹരമായി അലങ്കരിച്ചത്. ചുമരിൽ I love you എന്ന് എഴുതിയതും കാണാം. മഹാരാഷ്ട്രയിലെ ജാൽനയിൽ നിന്നുള്ള നവദമ്പതിമാർക്ക് വേണ്ടിയാണ് ഈ കോച്ച് ഇത്തരത്തിൽ അലങ്കരിച്ചത്. റാഹത്ത് ഡെക്കറേഷൻ എന്ന സ്ഥാപനമാണ് ഇവർക്കായി ഈ AC കോച്ച് ഇങ്ങനെ മധുവിധു മുറിയാക്കി മാറ്റിയത്. അതേസമയം ഈ വിഷയത്തിൽ റെയിൽവേ വലിയ ഗൗരവമായാണ് ഈ സംഭവത്തെ കണ്ടിരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥന് ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കേണ്ട പശ്ചാത്തലമൊക്കെ ഉണ്ടായി. റെയിൽവേ അനുമതിയില്ലാതെയാണ് അലങ്കാരപ്പണികൾ ചെയ്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. കോച്ചിനകത്ത് പ്രവേശിച്ചതിനും ഈ പറഞ്ഞതുപോലെ അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്ന് ഇത് വ്യക്തമായ നിയമലംഘനമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചീഫ് ടിക്കറ്റിംഗ് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാറിനെ റെയിൽവേ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത കൂടി പുറത്തുവരുന്നു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയുടെ ജീവിതകഥ ആസ്പദമാക്കി ഒരുങ്ങുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ദാദാ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ബോളിവുഡ് താരം രാജ്കുമാർ റാവു ഗാംഗുലിയെ എത്തുന്നു. ലോക ക്രിക്കറ്റിന്റെ തറവാടായ ലോർഡ്സിലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ജേഴ്സി ഊരി വീശിയ സൗരവ് ഗാംഗുലിയെ അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങൾ, അത് നമുക്കറിയാം ഇപ്പോഴും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ഒരു വലിയ കാഴ്ചയാണ്. അതാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായി ഇറക്കിയിരിക്കുന്നത്. വിക്രമാദിത്യ സംവിധാനം ചെയ്ത ചിത്രം ലവ് രഞ്ജൻ, ഗുൽഷൻ കുമാറും ചേർന്നാണ് നിർമ്മിക്കുന്നത്. അടുത്ത വർഷം മെയ് 14 ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകകപ്പിൽ ഇനി ക്വാർട്ടർ പോരാട്ടങ്ങൾ. ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ലോകകപ്പിലെ ക്വാർട്ടർ പോരാട്ടങ്ങളുടെ ആവേശമാണ്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ റണ്ണേഴ്സപ്പായ ഫ്രാൻസ് ഇന്ന് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. 2022 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റ മൊറോക്കോയ്ക്ക് ഇത് പകരം വീട്ടാനുള്ള അവസരമാണ്. ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 1:30 മത്സരം. ഈ ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ടീം ഏതെന്ന ചോദ്യത്തിന് ഒന്നേയുള്ളൂ ഉത്തരം: ഫ്രാൻസ്. അത്രമാത്രം കരുത്തോടെയാണ് ഫ്രഞ്ച് പടയുടെ മുന്നേറ്റം.
ആ ഫ്രാൻസ് പക്ഷേ ഏറ്റവും ഭയപ്പെടുന്ന മത്സരം ഇന്നത്തേതായിരിക്കും. ആഫ്രിക്കൻ വമ്പന്മാരായ മൊറോക്കോ വലിയ വെല്ലുവിളിയാണ് ദശാംശനും സംഘത്തിനും. ഗംഭീര പ്രതിരോധത്തിനൊപ്പം മികവുറ്റ ആക്രമണം കൂടി ചേരുന്നതാണ് മൊറോക്കോയുടെ കളി. കാനഡയെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് അവർ വരുന്നത്. അഷ്റഫ് ഹക്കീമിയുടെ നേതൃത്വത്തിലുള്ള പ്രതിരോധവും അസദീൻ അനാഹിയുടെ മധ്യനിരയിലെ മാന്ത്രികതയും ഫ്രാൻസിന് വെല്ലുവിളി ഉയർത്തും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ച മൊറോക്കോ ഏതൊരു വമ്പന്മാരെയും വീഴ്ത്താൻ കെൽപ്പുള്ളവരാണെന്ന് തെളിയിച്ചു. ഈ ടൂർണമെന്റിൽ ഇതുവരെ 14 ഗോളുകൾ അടിച്ചുകൂട്ടിയ ഫ്രാൻസിന്റെ മുന്നേറ്റം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രീ ക്വാർട്ടറിൽ പരാഗ്വയെ മറികടന്നാണ് ദശാംശന്റെ പട ക്വാർട്ടറിലേക്ക് ടിക്കറ്റ് എടുത്തത്. 7 ഗോളുകൾ നേടിയ കിലിയൻ എംബാപ്പയും സഹതാരം ഒസ്മാൻ ഡെംബലെയും നയിക്കുന്ന ആക്രമണം ഏത് പ്രതിരോധ കോട്ടയും തകർക്കാൻ പോകുന്നതാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ ഇരു ടീമും 6 തവണയാണ് ഏറ്റുമുട്ടിയത്. ഇതിൽ ഫ്രാൻസിനാണ് വ്യക്തമായ മുൻതൂക്കം. 4 തവണ ഫ്രാൻസ് ജയിച്ചപ്പോൾ മൊറോക്കോയ്ക്ക് ജയം സ്വന്തമായത് ഒരിക്കൽ മാത്രം. എന്നാൽ ഫുട്ബോൾ ആരാധകർ ഒരിക്കലും മറക്കാത്ത പോരാട്ടം നടന്നത് 2022 ഖത്തർ ലോകകപ്പിലാണ്. ആ സെമി ഫൈനലിൽ തിയോ ഹെർണാണ്ടസിന്റെയും കോലോ മുവാനിയുടെയും ഗോളുകളിലാണ് മൊറോക്കോയുടെ സ്വപ്നക്കുതിപ്പ് അവസാനിപ്പിച്ച് ഫ്രാൻസ് ഫൈനലിലെത്തിയത്. ചരിത്രം ഫ്രാൻസിനൊപ്പമാണെങ്കിലും ഈ ലോകകപ്പിലെ മൊറോക്കോയുടെ ഫോം പ്രവചനാതീതമാണ്. ഖത്തറിലെ കടം വീട്ടാൻ മൊറോക്കോ ഇറങ്ങുമ്പോൾ കിരീടം ലക്ഷ്യമിട്ടുള്ള പ്രയാണം തുടരാൻ ഉറച്ചാണ് ഫ്രാൻസ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. Footgoal in association with Maitha Regal FC Kerala.